പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 ഏപ്രിൽ മാസം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവുമാണ് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ. ഇവരുടെ ഏപ്രിൽ മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് പൊതുവെ അവരുടെ സമയപ്രകാരമാണ് നമുക്കൊന്ന് വിലയിരുത്താം. അതുപോലെ തന്നെ ഈ മാസത്തെ ഗ്രഹനിലയെ ഒന്ന് പരിശോധിക്കാം. ഈ കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും ഈ കൂറിൽ ഉൾപ്പെട്ട പല ആൾക്കാർക്കും ഒന്നെങ്കിൽ തൊഴിലില്ലാത്തവരോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരോ തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്നവരോ ഒക്കെ ആയിരിക്കും നിലവിലുള്ളത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുടരുന്ന കർമ്മവ്യാഴം എന്നൊരു ദോഷം കൂടെ കണ്ടകശനി ദോഷവും ഉണ്ടായിരുന്നു. ഇവർക്ക് വളരെയധികം തിരിച്ചടികൾ പ്രൊഫഷണൽ മേഖലകളിൽ വരുത്തിയിട്ടുണ്ടാവും. ഈ ഒരു ദോഷം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നത്തിലകപ്പെട്ട് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുകയോ നമ്മൾ ഉപേക്ഷിച്ച് പോരേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന മാസങ്ങളിൽ ഈ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിലൊക്കെ ആയിട്ട് വ്യാഴത്തിൻ്റെ വക്രഗതി വന്നതുകൊണ്ട് ഇവർക്ക് താൽക്കാലികമായൊരു ജോലി തരപ്പെടുകയോ ഒരു ആശ്വാസം ലഭിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നിലവിലെങ്കിലും കർമ്മവ്യാഴം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ടകശനി അവസാനിച്ച് അഷ്ടമശനി കഴിഞ്ഞ മാസം 29-ാം തീയതി ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അഷ്ടമശനി ആരംഭിച്ചു. അതുപോലെ തന്നെ കർമ്മവ്യാഴം നേർഗതിയിൽ ഇവരുടെ 10ാം രാശി തുടരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇവരുടെ ഈ ഒരു മാസത്തെ ഫലം എപ്രകാരമാണെന്ന് നമുക്ക് പരിശോധിക്കാം. വരുന്ന മാസങ്ങളിലൊക്കെ വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെയും മാറ്റം വരുന്നു. അതുപോലെ ശനിയുടെ മാറ്റം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു മാസം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമുക്ക് ആ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഈ മാസം ഇടവത്തിൽ വ്യാഴം, മിഥുനത്തിൽ ചൊവ്വ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കടകൻ രാശിയിലേക്ക് ഈ മാസം ഏപ്രിൽ മാസം 3-ാം തീയതി രാശി മാറുന്നു. ആ കർക്കടകൻ രാശി ചൊവ്വയുടെ നീചരാശി കൂടിയാണ്. ഇവരുടെ 2ാം രാശിയായിട്ടുള്ള കന്നിയിൽ കേതു, ഇവരുടെ അഷ്ടമരാശിയായിട്ടുള്ള മീനം രാശിയിൽ നിരവധി ഗ്രഹങ്ങളുണ്ട്. 5 ഗ്രഹങ്ങളുണ്ട്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു. സൂര്യൻ മീനം രാശിയിൽ നിന്ന് ഉച്ചരാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് ഏപ്രിൽ മാസം 14-ാം തീയതി സംക്രമിക്കും. അതുപോലെ തന്നെ ശുക്രൻ വക്രഗതിയിലാണ് മീനം രാശിയിലുള്ള ശുക്രൻ ഏപ്രിൽ മാസം 12-ാം തീയതി വക്രഗതി വെടിഞ്ഞ് നേർഗതിയിൽ ആ രാശിയിൽ സഞ്ചരിക്കും. അതുപോലെ തന്നെ ബുധനും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഏപ്രിൽ മാസം 7-ാം തീയതി വക്രഗതി വെടിഞ്ഞ് മീനൻ രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കും. ഇതാണ് ഗ്രഹസ്ഥിതി. ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇവരുടെ ഈ മാസത്തെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം. സൂര്യൻ്റെ അഷ്ടമത്തിലേക്കും അതുപോലെ ഭാഗ്യത്തിലേക്കുള്ള സഞ്ചാരം കുറച്ച് പ്രതിബന്ധങ്ങളാണ് ഈ മാസം ഇവർക്കുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ശുക്രൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി ഇവർക്ക് ഏപ്രിൽ മാസം 3 മുതൽക്ക് ഒരു ഏപ്രിൽ മാസം 12-ാം തീയതി വരെ ഇവരുടെ ബന്ധങ്ങളെ, ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധങ്ങളെ, പ്രണയബന്ധങ്ങളൊക്കെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഏപ്രിൽ മാസം 12-ാം തീയതി നേർഗതിയിൽ വരുന്നവരെ വളരെ ശ്രദ്ധാപൂർവം മാത്രം അവരോട് ഇടപഴകുക. അതുപോലെ തന്നെ ആശയവിനിമയം വളരെ ശ്രദ്ധിക്കുക. ചൊവ്വ ഇവരുടെ 12-ാം രാശിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു മോശം വാർത്ത. ചൊവ്വ ജന്മരാശിയിലും 12-ലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാവും. അതുപോലെ തൊഴിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, അത് ആരുടെയും കുറ്റമല്ല. അത് ഗ്രഹത്തിൻ്റെ ആ ഗ്രഹം പ്രത്യേകിച്ച് എല്ലാ ഗ്രഹങ്ങളും നല്ലതാണെങ്കിൽ പോലും ചൊവ്വ ജന്മരാശിയിലോ 12-ലൊക്കെ വരുമ്പോൾ നമുക്കൊരു തൊഴിൽപരമായിട്ടൊരു പ്രഷർ അനുഭവപ്പെടും. രാഹു ഇവരുടെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നത് അവരുടെ ആകാംക്ഷയും അതുപോലെ തന്നെ ടെൻഷനൊക്കെ കൂടുന്നൊരു സ്ഥിതിയാണ്. 2-ൽ വരുന്ന ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതു അനാവശ്യമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള എന്നാൽ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക രംഗം വളരെ ശ്രദ്ധിക്കുക. കേതുവിൻ്റെ സ്ഥിതി ആ രാശിയിലുള്ളതുകൊണ്ടിട്ട് വളരെ സാമ്പത്തിക കാര്യങ്ങളിലും ചിലവ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കുക. അഷ്ടമശനിയുടെ ദോഷങ്ങൾ ആ രാശിയിലേക്ക് ശനി പ്രവേശിച്ചെങ്കിൽ പോലും അതിൻ്റെ ദോഷങ്ങൾ ഉടനടിയൊന്നും അനുഭവപ്പെട്ടില്ല എന്നുള്ളത് ഇവർക്ക് അല്പം ആശ്വാസമുണ്ട്. അഷ്ടമശനിയുടെ ദോഷങ്ങൾ നിലവിൽ ഇവർക്ക് രാശിയിൽ ശനി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫലങ്ങൾ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ഭാഗം സുരക്ഷിതം തന്നെയാണ്. ശനി ആ ഒരു രാശിയിൽ 2028 ഫെബ്രുവരി മാസം 22-ാം തീയതി വരെ തുടരും ആ രാശിയിൽ, അഷ്ടമരാശിയിൽ. എങ്കിലും അഷ്ടമശനിയുടെ ദോഷങ്ങൾ വരുമ്പോൾ വ്യാഴം അവർക്ക് അനുകൂലമാകുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾക്ക് സാധ്യതയില്ല ആദ്യത്തെ ഒരു വർഷം. പൊതുവിൽ നമ്മളിപ്പോൾ എല്ലാം നോക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി, സൂര്യൻ്റെയും ബുധൻ്റെയും ഒക്കെ നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി നോക്കുമ്പോൾ വ്യാഴം നേർഗതിയിൽ ആ രാശിയിൽ നിന്നിട്ട് ഇവരുടെ കർമ്മസ്ഥാനമായിട്ടുള്ള ഇടവൻ രാശിയിൽ നിന്നിട്ട്
കേതുവിനെ, ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിൽ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ കൊടുക്കുക. അല്പം ഒരു സമ്മർദ്ദമേറിയൊരു മാസമായിരിക്കാനാണ് സാധ്യത. എങ്കിലും അഷ്ടമശനിയുടെ ദോഷങ്ങൾ അത്ര വരാത്തത് കൊണ്ടിട്ട് ആരംഭിക്കാത്തത് കൊണ്ട് അവർ വലിയൊരു പ്രതിസന്ധിക്കും സാധ്യതയില്ല. അല്പം സമ്മർദ്ദമേറിയിരിക്കാൻ സാധ്യത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 12ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ സഞ്ചാരമാണ്. അപ്പോൾ ഇവർ പൊതുവിൽ എല്ലാ രംഗത്തും, സാമ്പത്തിക രംഗത്തും, അവർ ജീവിത പങ്കാളിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രണയ പങ്കാളിയായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ കാര്യത്തിലും അവരുടെ ഇടപെടുന്ന കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടും തൊഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ശ്രദ്ധയോടെ പോകേണ്ട ഒരു മാസമാണ്. നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരോട് ഇടപെടുമ്പോഴും ഇമെയിലായിട്ടുള്ള ആശയവിനിമയം ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർ ഈ മാസത്തെ ഒരു പ്രതികൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിക്ക് പരിഹാരാർത്ഥമായിട്ട് നവഗ്രഹ പൂജ നടത്തുക. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. തൃക്കൈവെണ്ണ, പാൽപ്പായസം മുതലായവ. നിർബന്ധമായും ശനിപ്രീതി വരുത്തുക. ശനിയുടെ ദോഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശനിപ്രീതി നമ്മൾ വരുത്തുക. ശനി ക്ഷേത്രങ്ങൾ, ശാസ്താക്ഷേത്രങ്ങളോ ശനി ക്ഷേത്രങ്ങളോ സന്ദർശിച്ചിട്ട് നീരാഞ്ജനം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ വീട്ടിലും എള്ളുകിഴി തയ്യാറാക്കി കത്തിക്കാവുന്നതാണ് ശനിയാഴ്ചകൾ പ്രത്യേകിച്ചും. അപ്പോൾ ഇതൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കും. മുമ്പോട്ട് പോകുന്നതിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ഇവർക്ക് ലഭിക്കും. നവഗ്രഹ പൂജ നടത്തുന്നത് ഇവർക്ക് ഒരു പൊതുവിലുള്ളൊരു ഗ്രഹസ്ഥിതിയുടെ ഒരു പിരിമുറുക്കം കുറയ്ക്കുന്നതിനും മുമ്പോട്ട് പോകുന്നതിനുള്ളൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിനും സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ചിങ്ങരാശിയിൽപ്പെട്ട എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും. അല്പം സമൃദ്ധിമേറിയ മാസം സുരക്ഷിതമായി കടന്ന് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയുള്ള ഒരു വർഷത്തിലേക്ക് എത്തിച്ചേരാൻ ഈ രാശിക്കാർ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.